ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മഹിയത് കുടിക്കാൻ തുടങ്ങിയതും അതിനു മുമ്പായി ഒരു കൈ വന്ന ഗ്ലാസ് മഹിയുടെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിയിരുന്നു. ഓർക്കപ്പുറത്തായതുകൊണ്ട് മഹിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്ത് വീണ് ചിഹ്നം ചിതറിയതും മഹിയും ആരും ഞെട്ടി നോക്കിയതും കാണുന്ന ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന സീതയാണ്. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നുടി. ആര്യവിനെ പിടിച്ചു വലിച്ച് തന്റെ മുന്നിൽ നിർത്തി അവളുടെ കവിളൊന്ന് പൊട്ടിച്ചുകൊണ്ട് സീത അവൾക്ക് നേരെ അലറി. അപ്പച്ചി ഇതെന്താ ചെയ്യുന്നേ? സീത ആര്യവിനെ അടിച്ചത് കണ്ട് നിറകണ്ണാൽ അടിച്ചു കിട്ടിയ കവിളിൽ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ആര്യവിനെ തന്നോട് ചേർത്ത് പിടിച്ച് അവൾ അടിച്ചത് ഇഷ്ടപ്പെടാതെ മഹി സീതയോട് ചോദിച്ചു. ഇവള് നമ്മൾ വിചാരിക്കും പോലെ അല്ല, എല്ലാവരെയും സ്നേഹം നടിച്ച് ചതിക്കുകയായിരുന്നു. സീത ആര്യവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പച്ചി എന്താന്ന് വെച്ചാൽ തെളിയിച്ച് പറ. സാഹികെട്ടുമായി സീതയോട് ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു. ഇവള് മോന് കുടിക്കാൻ തന്ന ഗ്ലാസ്സിൽ ആരും അറിയാതെ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. സീത പറഞ്ഞത് കേട്ട് മഹി ഞെട്ടിക്കൊണ്ട് ആര്യവിനെ നോക്കി. ഇല്ല സീതമ്മേ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കതിന് കഴിയില്ല. തന്നെ ചുറ്റിപ്പിടിച്ച മഹിയുടെ കൈയുടെ മുറുകം കുറയുന്നത് അറിഞ്ഞ് ആര് സീതയെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ കുപ്പി നിന്റെ ഏട്ടൻ വന്ന് പോയപ്പോ തന്നതല്ലടി, നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെ ഇതെന്തിനാ കൈ നീട്ടി വാങ്ങിയത്? ഒക്കെ പോട്ടെ, ഇത് അടുക്കളയെ കൊണ്ടുവച്ചത് നീയല്ലേ? ഒഴിഞ്ഞ പോയിസൺ കുപ്പി ആര്യവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അതിലൊരു തുള്ളി പോലും അവശേഷിക്കുന്നില്ലെന്ന് കണ്ട് ആര് ഞെട്ടി. സീതമ്മേ, മഹേട്ട ഇത് ഏട്ടൻ തന്നപ്പോ വാങ്ങിയതും അടുക്കളയിൽ കൊണ്ടുവച്ചു എന്നുള്ളതൊക്കെ സത്യ. പക്ഷെ ഞാൻ മഹേട്ടിന് കഴിക്കാൻ എടുത്തതിൽ ചേർത്തിട്ടില്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. സീത പറഞ്ഞത് കേട്ട് ആര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മഹിയാണെങ്കിൽ സീതയിൽ നിന്ന് കേട്ട കാര്യത്തിലാകെ തകർന്നു പോയിരുന്നു. കള്ളം പറയുന്നോടി, നിന്റെ അച്ഛൻ എന്റെ കുഞ്ഞു കൊന്നു, അതിന് ഇവനില്ലാതാക്കി പക വിടാനല്ലടി നീ ഈ പണി ചെയ്തത്. അതിനു വേണ്ടിയല്ലടി നീ നിന്റെ ഏട്ടനെ എന്ത് ഇങ്ങോട്ട് വരുത്തിച്ചത്? സീത പറഞ്ഞത് കേട്ട് മഹിയുടെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന് കലങ്ങി. അപ്പച്ചി പറഞ്ഞത് സത്യാണോ? മഹി ആര്യവിനെ തന്നെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മഹിയേട്ട, അതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നൊന്ന് വിശ്വസിക്ക്. അങ്ങനെയെങ്കിൽ ഷാരോൺ എന്നെ ഇല്ലാതാക്കാനൊന്നും പറഞ്ഞത് തന്നപ്പോ നീ എന്തിനത് വാങ്ങിയത്? മഹി ആര്യവിനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയാതെ ആരും നിന്നു. ഇപ്പൊ മനസ്സിലായില്ലേ മോനെ ഇവളുടെ ഉള്ളിലിപ്പ്? ഇവളുടെ അച്ഛനെ മോനെ ഇല്ലാതാക്കിയെന്നും പറഞ്ഞ് മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാ. ഏട്ടൻ തന്നപ്പോ ഞാൻ വാങ്ങി എന്നുള്ളത് സത്യ, പക്ഷെ ഞാൻ മതി നിർത്ത്, എനിക്കൊന്നും കേൾക്കണ്ട. ആര് പറഞ്ഞ് മുഴുവനാക്കുമ്പോ മഹി കൈയുയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കൊരാളെ കൊല്ലാൻ ഒരിടനിലക്കാരൻ്റെയും ആവശ്യമില്ലടി. മാഹി കണക്കുകൾ എന്നും തീർത്തിട്ടുള്ളത് നേരിട്ട് മാത്രം, അതിനുള്ള ചങ്കോട്ട് എനിക്കുണ്ട്. പക്ഷെ നീ ഇപ്പൊ ഞാൻ ചെയ്യാത്ത തെറ്റിനാ എന്നെ ശിക്ഷിക്കാൻ നോക്കിയത്, ഇത് മാത്രം മാഹി പൊറുക്കില്ല. ആര്യവിനെ ചുവന്ന് കലങ്ങിയ കണ്ണുകളാൽ നോക്കി ദേഷ്യത്തിൽ അത്രമാത്രം പറഞ്ഞ് അവൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ നിൽക്കാതെ മഹി താറിന്റെ കീയും എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് പോയതും ഹൃദയം നുറുങ്ങുന്ന വേദനയോട് ആരും മഹി പോകുന്നത് നോക്കിയിരുന്നു. ഇത്രക്കൊന്നും വേണ്ടായിരുന്നു മോളെ, സ്വന്തം മോളെ പോലെയാ നിന്നെ കണ്ടതും സ്നേഹിച്ചതും. പക്ഷെ നീ ഞങ്ങളെയൊക്കെ ചതിക്കായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ദൈവം ഞങ്ങളുടെ കൂടെയാണെന്ന്? ഇനി ഇതുപോലെ ചെയ്താ ഇങ്ങനെയാകില്ല പ്രതികരണം. അത് പറഞ്ഞ് നിറ കണ്ണുകളിലൊപ്പി സീത പോയതും ആര് പൊട്ടിക്കറിഞ്ഞ് മുഖം പൊത്തി താഴേക്ക് ഊർന്നിരുന്നു. തന്നെ വിശ്വസിക്കാത്ത തോർത്ത് ആരുവിന്റെ ഉള്ളം വീങ്ങി. കുറച്ചു നേരം ആരും അവിടെ തന്നെ ചടഞ്ഞു കൂടിയിരുന്നു. തോളിലൊരു കൈസ്പർശം അറിഞ്ഞത് മുഖമുയർത്തി നോക്കി ആര് കാണുന്നത് നിറകണ്ണുകളോട് തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദുവിനെയാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ, അതുകൊണ്ടാ മോൾ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും എനിക്ക് മോളെ തള്ളിക്കളയാൻ കഴിയാത്തത്. കരഞ്ഞിരിക്കുന്ന ആരുവിനെ പിടിച്ചെണീപ്പിച്ച് ആരുവിന്റെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അമ്മേ. മായിട്ട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുമല്ല, ആ മനുഷ്യന് പിന്നെ ജീവന, അങ്ങനെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല അമ്മേ. അമ്മെങ്കിലും എന്നെ വിശ്വസിക്ക്. ആര്യ ഇന്ദുവിന്റെ കൈ കൂട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞതും ആര്യവിന്റെ കരച്ചിൽ കണ്ട് ഇന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ? എന്തു ബാക്കി പറയാതെ സംശയത്തിൽ ആര്യവിനെ നോക്കി. അറിയില്ലമ്മേ, ഞാനത് വേസ്റ്റ് ബിന്നിൽ ഇട്ടതാ. അമ്മെങ്കിലും ഒന്ന് വിശ്വസിക്കണം. എനിക്ക് വിശ്വാസം എൻ്റെ മോളെ. ഇനി ഈ കരച്ചിലൊന്ന് നിർത്ത്. സീതേജിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയതാകും. മോൾ ഈ കരച്ചിൽ നിർത്തി ഫ്രഷ് ആയിട്ട് മായിക്കൊണ്ട് വിളിച്ചു നോക്ക്. ഇന്ദു രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ഉടുത്തിരുന്ന സെറ്റ് സാരി മാറ്റാതെ നിൽക്കുന്ന ആര്യവിനെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് വിട്ടതും കണ്ണു തുടച്ച് മൂക്ക് വലിച്ച് റൂമിലേക്ക് പോകുന്ന ആര്യവിനെ നോക്കി നിശ്വസിച്ചുകൊണ്ട് ഇന്ദുവും അവിടുന്ന് നടന്നു നീങ്ങി.
റൂമിലെത്തിയ ആരും ഉടനെ തന്നെ ഫോൺ എടുത്ത് മഹിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തുവെങ്കിലും ആദ്യം ബെല്ല് മുഴങ്ങിയെങ്കിലും മഹി കോൾ എടുത്തില്ല. പിന്നീട് അടിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് കേട്ടതും ആര് കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. അന്ന് പിന്നെ ആരും ആ റൂമിൽ തന്നെ ചടഞ്ഞു കൂടി കഴിച്ചു കൂട്ടി. രാത്രിയായിട്ടും മഹിയെ കാണാത്തത് കണ്ട് ആരുവിൽ എന്തെന്നില്ലാത്ത പേടിയും ടെൻഷനും നിറഞ്ഞു. എന്തോ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുവെങ്കിലും ആരും കഴിക്കാൻ പോകാതെ മഹി ഒരു നോക്ക് കാണാനായി കാത്തിരുന്നു. സമയം 1 മണി കഴിഞ്ഞിട്ടും മഹിയെ കാണാത്തത് കണ്ട് ആര് സൂര്യയുടെ റൂം ലക്ഷ്യം വെച്ച് താഴേക്ക് നടന്നു. എന്താ മോളെ? കഥക് തുറന്ന സൂര്യ റൂമിന് വെളിയിൽ കരഞ്ഞു വെങ്ങിയ മുഖവുമായി നിൽക്കുന്ന ആര്യവനെ കണ്ട് ആവലാതിയോടെ ചോദിച്ചു. അച്ഛാ, എനിക്ക് മഹേട്ടനെ കാണണം. മഹേട്ടൻ ഇനിയും വന്നിട്ടില്ല. മഹേട്ടനെ എവിടെയെന്ന് വെച്ചാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമോ? ആര് സൂര്യയെ നോക്കി വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. കരയണ്ട, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അത് പറഞ്ഞ് സൂര്യ പോയി വേഗം ഡ്രസ്സ് മാറ്റി വന്ന് ഇന്ദുവിനോടും പറഞ്ഞ് ആര്യവിനെയും കൂട്ടിയിറങ്ങി. അച്ഛാ, മഹേട്ടനെ എവിടെയാണെന്ന് നമ്മളെങ്ങനെ അറിയാം? അവൻ പോകുന്ന സ്ഥലം എനിക്കറിയാം. അതുകൊണ്ട് മോളാകെ ആരോഗ്യ ടെൻഷനാകണ്ട. പിന്നെ പിണങ്ങി പോയത് കൊണ്ട് തന്നെ അവനെ മെരുക്കിയെടുക്കാൻ ഇത്തിരി പ്രയാസമാകും. മോളിങ്ങനെ കരഞ്ഞെന്താ അതിന് കഴിയില്ലേ? എനിക്ക് മനസ്സിലായി അച്ഛാ. സൂര്യ പറഞ്ഞത് കേട്ട് ആരും എനിക്കറിയില്ലെന്ന പോലെ മിടികൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ചു ദൂരം പോയതും സൂര്യ ഒരു പോക്കറ്റ് റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തി. ഇവിടെ ചുറ്റും ആൾപ്പാർപ്പില്ലാത്ത ഇടം കണ്ട ആര് സൂര്യയെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. മോളെ ഇറങ്ങി വാ, അവനിവിടെ ഉണ്ടാകും. അതും പറഞ്ഞ് ഡോറ് തുറന്ന സൂര്യ പുറത്തേക്ക് ഇറങ്ങിയതും ആരും കാറിൽ നിന്ന് ഇറങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും അവർ കണ്ടു റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന മഹിയുടെ താഴെ. സൂക്ഷിച്ച് കയറണേ മോളെ, തെന്നലുണ്ടേ. ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി മുന്നിലുള്ള പടികൾ കയറുന്നതിനിടയിൽ സൂര്യ പറഞ്ഞതും ആര് തലയാട്ടി കരുതലോടെ സൂര്യയുടെ പിറകിയായി നടന്നു. ഇരുവരും പടി കയറിയെത്തിയത് ഓടിട്ട ഒരു കൊച്ചു വീടിന് മുന്നിലായിരുന്നു. വിവാഹത്തിന് മുമ്പ് മഹിയുടെ കയ്യിലാകപ്പെട്ടപ്പോൾ അവൻ തന്നെ കൊണ്ടുവന്ന് വിവാഹം നടക്കുന്നത് ഇവരെ പൂട്ടിയിട്ട വീടാണെന്ന് ആ വീട് കണ്ടപ്പോൾ തന്നെ ആരുവിന് മനസ്സിലായി. ഇത് ആരുടെ വീടാച്ചാ? ആരാ വീടിന്റെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. യാമിനിയുടെ വീടാ. അത് പറയുമ്പോൾ സൂര്യയുടെ കണ്ണിൽ ചെറിയൊരു നീർത്തിളക്കം മാറി കണ്ടിരുന്നു. അച്ഛാ, ഇവിടെ ആരില്ലെന്ന് തോന്നുന്നു. ആ വീട്ടിൽ നിന്നും ഒരു അനക്കവും ഇല്ലാതെ വന്നതും ആര് സംശയത്തിൽ സൂര്യയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മോള് പോയി വിളിച്ചു നോക്ക്, മാഹി ഉണ്ടാകും ഇവിടെ. അച്ഛനകത്തോട്ട് വരുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. സൂര്യതും പറഞ്ഞ് ഉമ്മറത്തണ്ണയിൽ ഇരുന്നതും ആര് ചെരുപ്പഴിച്ച് ഉള്ളിലേക്ക് കയറി. വരാന്തയിൽ മഹിയുടെ ചെരുപ്പ് അലക്ഷ്യമായി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മഹി അവിടെ ഉണ്ടെന്ന് ആരുവിന് ഉറപ്പായി. മഹിയേട്ടാ, ആര് വാതിലിൽ തട്ടി വിളിച്ചതും അകത്ത് ലൈറ്റുകൾ തെളിഞ്ഞു. എന്തു വേണം? വാതിൽ തുറന്നതും ആദ്യം മുന്നിൽ നിൽക്കുന്ന ആരുവിനെ കണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. എനിക്കെന്റെ മഹിയേട്ടനെ കാണണം. എന്തിനാ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കഥയും കേട്ട് ഇനിയും അവനെ കൊല്ലാനുള്ള ശ്രമമാണോ? ആരുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇഞ്ചി ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. മഹേട്ടനോട് എനിക്ക് വെറുപ്പ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം അന്ന് വെറുത്തതിനേക്കാൾ ഇരട്ടി ഞാൻ എൻ്റെ മഹേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഇല്ലാതാക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആര് പറഞ്ഞതും അവളുടെ കരച്ചിൽ കണ്ട് ആദ്യം വിജുവും വല്ലാതെ. ഏയ് ആരുഷി, താനിങ്ങനെ കരയാതെ, മാഹി അകത്തുണ്ട്, താവാ. ആദ്യം അതും പറഞ്ഞ ഉള്ളിലേക്ക് നടന്നതും സാരിത്തുമ്പ് കൊണ്ടും മിഴികളൊപ്പി അവർക്ക് പിന്നാലെ ആരും നടന്നു. മഹിയേട്ടാ, ശബ്ദം കേട്ട് റൂമിൽ നിന്നും ഇറങ്ങി വന്ന മഹിയെ കണ്ടതും ആരും ഓടിപ്പോയി അവനെ പുറന്നു. അവനിൽ വമിക്കുന്ന മദ്യത്തിന് രൂക്ഷഗന്ധമൊന്നും അവളിൽ ഏശിയില്ല. അവനെ ഇത്രയും നേരം കാണാത്ത സങ്കടവും എല്ലാം കൂടിയായതും ആദിയും ബിജുവും തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെ മഹിയുടെ മുഖം തൻ്റെ കയ്യിൽ കോരിയെടുത്ത് സ്നേഹത്തോടെ മതിവരാത്തതുപോലെ മഹിയുടെ മുഖത്തെല്ലാം ചുംബനം നിറച്ചു. ആരുവിന്റെ പ്രവൃത്തിയിൽ ആദിയും ബിജുവും ഒന്ന് അന്താളിച്ചുവെങ്കിലും വേഗം തന്നെ ജാളതിയോടെ ഇരുവരും തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ഇതേസമയം ഞെട്ടിപ്പോയ മാഹി വാതുറന്നു നിന്നു. താൻ കുടിച്ച കള്ളിന്റെ കെട്ടെല്ലാം ഇറങ്ങുന്ന പോലെ തോന്നിയവന്. മാഹിയേട്ടാ, എന്ത് കോലായത്, വാ വീട്ടിലേക്ക് പോകാം നമുക്ക്. മാഹിയുടെ കോലം കണ്ട ആരു വിഷമത്തിൽ പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചതും ബോധം വന്നതുപോലെ മാഹി ആരുവിന്റെ കൈകൾ തട്ടിമാറ്റി. ഞാനെങ്ങും വരുന്നില്ല, നീ പോകാൻ നോക്ക്. മുറുകിയ മുഖത്തോട് അതും പറഞ്ഞ് മാഹി റൂമിലേക്ക് തന്നെ പോയതും മാഹിനി വരില്ലെന്ന് മനസ്സിലായതും ആരും ഉമ്മറത്തേക്ക് നടന്നു. അച്ഛാ, ആദ്യം മിജൊന്നും അവിടെ ഇരിക്കുന്നത് കാര്യമാക്കാതെ ആര് സൂര്യക്കരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു. എന്താ മോളെ, മാഹിയെ കണ്ടോ? കണ്ടു അച്ഛാ, മാഹിയുടെ വരില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ തിരിച്ചു പോക്കോ. ആരും അച്ഛനോടായി പറഞ്ഞു. ഞാൻ പോയാ മോള് തനിയെ അല്ലല്ലോ അച്ഛാ, മാഹിട്ടിന് ഇവരൊക്കെ ഇല്ലേ?
വീട്ടിലെ അമ്മയും സീതമ്മയൊക്കെ തനിച്ചല്ലേ, അച്ഛൻ പോയിക്കോളും. ആര് പറഞ്ഞു കേട്ട് സൂര്യ ആദ്യമൊന്നും മടിച്ചുവെങ്കിലും പിന്നെ അവളുടെ നിർബന്ധത്തിൽ അവിടുന്ന് പോയതും ആരും ഒന്ന് വിശ്വസിച്ച് അരബത്തിയിലിരിക്കുന്ന ഇജുവിനും ആദ്യം പുഞ്ചിരി നൽകി ഉള്ളിലേക്ക് നടന്നു. ആര് റൂമിലേക്ക് കയറി വരുമ്പോൾ കട്ടിലിരുന്ന് സിഗരറ്റിന് തീ കൊളുത്താൻ ഒരുങ്ങുന്ന മഹിയെ കണ്ടതും വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അതെല്ലാം പിടിച്ചു വാങ്ങി മാറ്റി വെച്ചതും മഹി അവിടെ നോക്കാതിരുന്നു. മഹിയേട്ടാ, മഹിയേട്ടാ വിളിച്ചിട്ടും മനക്കമില്ല എന്ന് കണ്ട് അവൾ അവൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഒന്നുകൂടെ വിളിച്ചു. മഹിയേട്ടാ ഒന്നിങ്ങോട്ട് നോക്ക്, ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങിപ്പോയെന്നുള്ള സത്യ. പക്ഷെ മഹിയേട്ടൻ ഞാൻ കലക്കി തന്നിട്ടില്ല. നിങ്ങളോട് അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല, എന്നൊന്ന് വിശ്വസിക്ക്. ചാരിയിരുന്ന ഹെഡ് ഡ്രസ്സിലേക്ക് ഒന്നുകൂടെ ചാരിയിരുന്നല്ലാതെ ഇതെല്ലാം നോട്ടം മാറിയില്ല അവൻ്റെ. അവൾക്ക് നിരാശ തോന്നി. പക്ഷേ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവൾ അവനെ തന്നെ നോക്കി അടുത്തിരുന്നു. ഈ ഇരിക്കുന്ന കണ്ടില്ലേ, ഞാൻ എടുത്ത് ഇവിടെ ഒന്ന് കെഞ്ചൊന്നും ശ്രദ്ധിക്കാൻ പോലും നേരില്ലാത്ത പോലെ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്നു. അതെന്താ അവിടെ ഇങ്ങനെ കെട്ടിയോട് പെറ്റി കിടക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കാൻ? യോ, അത് ഞാൻ തന്നെയാണല്ലോ. ഷോ, എങ്ങനെയപ്പോ ഇന്ന് കാര്യം വന്ന് മനസ്സിലാക്കി മെരുക്കെടുക്കുക? ആരും അവനെ ആകെ മൊത്തം ഒഴുകി നോക്കി പെറുപെടുത്തു. ആരും മനസ്സിലെന്തോ കണക്ക് കൂട്ടിയൊന്ന് ചിരിച്ചു. ഒരുതരം കുസൃതിയും വശ്യതയും നിറഞ്ഞാടിയ ചിരി. അവളുടെ നോട്ടവും കാണിച്ചു കൂട്ടിലൊക്കെ കടക്കണ്ണിലൂടെ കണ്ട് മഹിക്കൽപ്പം ജാളിത വന്നെങ്കിലും അവനത് മറച്ച് നോട്ടം പുറത്തേക്ക് തന്നെയാക്കി. അവൾ അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. മാഹിയേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഏട്ടൻ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്നാൽ ശരിയാ. മാഹിയേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. മതി. ആരുവിനെ പറഞ്ഞു വന്നതിനെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ മാഹി കൈയുയർത്തി തടഞ്ഞു. ആരും ഇതൊരു നടക്ക് പോകില്ലെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി പിന്നെ എടുത്തിട്ടതുപോലെ മാഹിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു.